ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഴവും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഈസി പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് ചെയ്യുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു റോബസ്റ്റ പഴമാണ്. നല്ലോണം പഴുത്തിട്ടുള്ള ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ റോബസ്റ്റ പഴം ഇല്ലെങ്കിൽ ഇതിന് വേറെ ചെറുപഴം എടുക്കാം. നേന്ത്രപ്പഴം അത്രക്ക് നന്നാവില്ല. അപ്പോൾ ചെറുപഴം എടുക്കുക കേട്ടോ. റോബസ്റ്റ പഴം ഇല്ലെങ്കിൽ ചെറുപഴം 2 എണ്ണം എടുക്കുക കേട്ടോ. റോബസ്റ്റ പഴം ആയതുകൊണ്ട് 1 എണ്ണം എടുത്താൽ മതി. അപ്പോൾ ഞാൻ പറയുന്ന അളവിൽ തയ്യാറാക്കുമ്പോൾ ഒരു റോബസ്റ്റ പഴം, ചെറുപഴമാണെങ്കിൽ 2 എണ്ണം. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ട ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത പുറത്തിരിക്കുന്ന കോഴിമുട്ടയാണ് നല്ലത്. ഫ്രിഡ്ജിലും കോഴിമുട്ടയാണെങ്കിൽ ഒന്ന് പുറത്ത് വെച്ച് തണുപ്പ് മാറ്റിയിട്ട് ഉപയോഗിച്ചാൽ മതി. ഈ പഴവും ഈ കോഴിമുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പഴം നന്നായി ഉടച്ചെടുത്തതാണ്. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ചെറിയ ജാറാണ് എടുത്തത്. വെള്ളമൊന്നും ഇല്ലാതെ നോക്കണം കേട്ടോ. ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 മുട്ടയും ഒരു റോബസ്റ്റ പഴം എടുക്കുന്ന സമയത്താണ് ഈ ചേരുവകളെല്ലാം പറയുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം എന്താ പറയുക, ജാതിക്കയും അതുപോലെ 2 ഗ്രാമ്പും, ഒരു 3 ഏലക്ക, ചെറിയ കഷ്ണം പട്ട, ഇതും പഞ്ചസാരയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വയ്ക്കാം. പിന്നെ മിക്സിയുടെ വലിയ ജാർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള പഴവും അതുപോലെ തന്നെ മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിവിടെ പൊടിച്ചു വെച്ചില്ലേ, ഇത് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് പൊടിച്ചു വെച്ച ആ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പാടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഓയിൽ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം അടിക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. ഇത് ഒഴിച്ചിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തത്. ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരമൽ ചെയ്തെടുക്കണം. ഇത് പുകഞ്ഞു പോകാതെ ഇരിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറും, പുകഞ്ഞ് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് റെഡിയാക്കുക. ആദ്യം നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണിത് നമ്മൾ റെഡിയാക്കുന്നത്, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച്. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ ഒരു പാത്രത്തിലാണ് നിങ്ങൾ കാരമൽ റെഡിയാക്കുന്നതെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വരെ നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പോൾ ദാ സ്റ്റീൽ പാത്രം പെട്ടെന്ന് പുകഞ്ഞു വരൂലേ, അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് കാരമൽ ചെയ്തിട്ട് ഇങ്ങനെ പതഞ്ഞു വരും. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ തിളപ്പിക്കാത്ത വെള്ളമാട്ടോ എടുത്തിട്ടുള്ളത്, പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം തുള്ളിച്ച് ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മേലേക്ക് നന്നായിട്ട് തെറിക്കും കേട്ടോ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ അതൊന്നിങ്ങനെ തിളയെന്ന് കറക്റ്റായി വരുന്ന സമയത്ത് നമുക്ക് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കിസ്മിസ്, കറുത്തതും മഞ്ഞയുമായ കിസ്മിസും, പിന്നെ നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് മിക്സാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് നന്നായിട്ട് ചൂടുണ്ട് കേട്ടോ. ചൂടിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് തണുക്കാൻ, ഇതും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആട്ടമാവില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്, ഗോതമ്പ് ആട്ട. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 2 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് അരിച്ചെടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കാം, അല്ലെങ്കിൽ 1 പ്രാവശ്യം അരിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതിയാകും കേട്ടോ. ഞാൻ 1 പ്രാവശ്യം അരിച്ചിട്ട് ഇതുപോലെ ഒരു ഇതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ചെയ്യല് കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. ഇനി നമുക്ക് ഈ നമ്മളിവിടെ മുട്ടയും പഴമൊക്കെ അടിച്ചെടുത്തിട്ടില്ലേ, അതിലേക്ക് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറി അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്താണോ കയ്യിലുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നത്.
അപ്പോൾ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ പഴവും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ പ്ലം കേക്ക് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കൊണ്ടു. നല്ല സൂപ്പർ ടേസ്റ്റാണ്. സാധാരണ നമ്മൾ മൈദയും ഒക്കെ വെച്ച് ചെയ്യുന്ന പ്ലം കേക്ക്, സാധാരണ ചെയ്യുന്ന പ്ലം കേക്ക് ഉണ്ടല്ലോ, അതേ ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റിലൊന്നും ഒരു മാറ്റമില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് നമ്മൾ ഇതിൽ പഴം ചേർത്തിട്ടുണ്ടെന്നോ ഇത് ഗോതമ്പ് പൊടിയുടെ പ്ലം കേക്ക് ആണെന്നോ ഒന്നും ആരും പറയില്ല. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ മൈദ ഒന്നും കഴിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കൊണ്ടു. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഞാനിതുപോലെ ഒരു 11 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിൽ അങ്ങനെയും റെഡിയാക്കാം. സ്റ്റീൽ പാത്രത്തിൽ റെഡിയാക്കുമ്പോൾ അല്പം ഓയിലിട്ടിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് എല്ലായിടും ഒന്ന് തട്ടി എന്ന് റെഡിയാക്കിയതിന് ശേഷം ഉണ്ടാക്കിയാലും മതിയാകും. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കേട്ടോ, ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് അതിൽ എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം കാഷ്നട്ട് കൂടെ ഗാർണിഷിനായിട്ട് ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് ഞാൻ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു ചെമ്പ് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായി ചൂടായി കിടക്കുകയാണ്, നല്ല തിളച്ച് നല്ല ചൂടായി കിടക്കുകയാണ്. ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പുറത്ത് ഒരു പാത്രം കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ പാത്രം ഇറക്കി വെക്കാം. നല്ല ശ്രദ്ധിക്കുക, ചൂട് പാത്രമാണ്, കൈകൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു കൊടുക്കാം. ഒരു മിനിറ്റോളം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഏറ്റവും ലോയ്ക്ക് മാറ്റണ്ട, ഒരു മീഡിയത്തിൻ്റെ ലോയിൻ്റെയും ഇടയിൽ ഇട്ടിട്ട് എനിക്കൊരു 50 മിനിറ്റാണ് ഈ കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങളെടുക്കുന്ന ബാറ്ററിനും പാത്രത്തിനും നിങ്ങളുടെ ഫ്ലെയിമിനും അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിന് വ്യത്യാസം ഉണ്ടാവും. ഒരു 50 മിനിറ്റ് കൊണ്ട് എൻ്റെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പ്ലം കേക്ക് എപ്പോഴും നിങ്ങൾക്ക് അറിയാലോ, ഉണ്ടാക്കിയിട്ട് നമ്മളൊരു 2 ദിവസം കഴിഞ്ഞൊക്കെ കഴിക്കുമ്പോഴാണ് അടിപൊളിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇരിക്കുന്തോറും ഇതിന് ടേസ്റ്റ് കൂടുക ചെയ്യുന്നത്. ഇപ്പം എനിക്കത് പ്ലം കേക്കൊക്കെ ഉണ്ടാക്കിയാൽ ആ നിമിഷം ഇവിടെ കഴിയും കേട്ടോ. ഇത് വലിയൊരു പാത്രത്തിൽ കുറച്ച് സാധനം കൊണ്ട് ചെയ്തതുകൊണ്ടാണ് അധികം ഹൈറ്റിൽ വരാതിരുന്നത്. ചെറിയ പാത്രത്തിൽ ചെയ്യുവാണെങ്കിൽ നല്ല ഹൈറ്റിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചൂടുണ്ട്. ഇത് ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റ് നിൽക്കുകയാണ്. അപ്പോൾ ദാ കണ്ടോ, ഇത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? നല്ല സൂപ്പറാണ്, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കാം. അപ്പോൾ ഇതൊരെണ്ണം ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഈ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.